ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനതേ പടം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് ഒരു കോഫിയൊക്കെ കൊണ്ടേ കൊടുക്കുക. ഇതെന്താ ആദർശമായിട്ടാണെന്ന് ചോദിച്ചപ്പം ഇതൊരു കോഫിയാണെന്നും അതുപോലെ പടം വരച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കൊരു ഉണർവൊക്കെ കിട്ടണ്ടേ എന്ന് ആദർശ് ചോദിക്കുക. ദാമേട്ടൻ ഇട്ടതാണെന്ന് പറഞ്ഞു. ദേ ഒരെണ്ണം കഴിയാറായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം കാണിച്ചു കൊടുത്തു. അപ്പോൾ ആദർശ് അത് നോക്കുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ മാളവിക എവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദർശ് ഇത് സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടോ. ആ ഫോട്ടോ എടുത്തിട്ട് അത് മാളവികയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ആദർശ് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നന്ദുവും അനിയും കൂടി ബർത്ത്ഡേയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിങ്ങനെ പാർക്കിലൂടെ നടന്നു വരിക. ഇന്നലെ രാത്രി നിന്നോട് സംസാരിച്ചതിന് ശേഷം ഞാനൊരു കാര്യം ഓർത്തതെന്നൊക്കെ പറഞ്ഞ് വരുവാണ്. നാളെ നമുക്ക് കേക്ക് മുറിക്കാമെന്നല്ലേ പറഞ്ഞത്? അതെ, ഇന്ന് രാത്രി ആക്കിയാലോ എന്ന് ചോദിച്ചു. രാത്രിയോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് എന്ന് നന്ദു ചോദിക്കുമ്പം, എടി ഇന്ന് രാത്രി 12 മണി മുതൽ അടുത്ത ദിവസമാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. സാധാരണ നമ്മൾ ന്യൂ ഇയറിന് രാത്രി 12 മണിക്കല്ലേ പടക്കമൊക്കെ പൊട്ടിക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിൻ്റെ ബർത്ത്ഡേ ഇന്ന് രാത്രി 12 മണി മുതലേ ആരംഭിക്കുമെന്ന് പറഞ്ഞു. നാളെ പിറന്നാളും ആരംഭിക്കും. അതെങ്ങനെയാടാ ശരിയാവുന്നേ? എങ്ങനെ ശരിയാകുമെന്ന് നിനക്കെന്താ അറിയില്ലേ എന്ന് ചോദിച്ചു. എടി, നമ്മൾ മലയാളികൾക്ക് രാവിലെ 5 മണി മുതലാണ് ഒരു ദിവസം ആരംഭിക്കാം. പക്ഷേ ലോകം അംഗീകരിച്ചിരിക്കുന്നത് രാത്രി 12 മണിക്കാണെന്ന് മാത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി 12 മണിക്ക് നമ്മൾ കേക്ക് മുറിക്കുന്നു. എന്താ? അപ്പം നിനക്കെന്താ വട്ടുണ്ടോ? 12 മണിക്ക് എവിടെ വെച്ച് കേക്ക് മുറിക്കാനാണെന്ന് നന്ദു ചോദിക്കുമ്പം, എടി അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. നീ നിൻ്റെ അച്ഛനോടും അമ്മയോടും നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറയണം. എന്നിട്ടത് വന്നാൽ മതി. എടാ അത്രയും വൈകിയൊന്നും ഞാനിതൊരു വീട്ടിൽ പോയിട്ടില്ല എന്ന് നന്ദു പറയുമ്പം, പിന്നെ ആര് പറഞ്ഞു പോയിട്ടില്ല എന്ന്? എടി നീ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ പോയിട്ടുണ്ടല്ലോ, പിന്നെന്താ? അത് പിന്നെ ചില നേരത്തെ നൈറ്റ് പെട്രോളിംഗ് ഒക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പം, എന്നാൽ പിന്നെ ഇന്നും നൈറ്റ് പെട്രോളിംഗ് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ നിർബന്ധിക്കുക. എടാ അത് ശരിയാവോടാന്ന് ചോദിക്കുമ്പം, അതെന്താ ശരിയാകാത്തതെന്ന് ചോദിച്ചു. എടി രാവിലെ 6 മണിയെങ്കിലും ആവില്ലേ അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട്? ഒരു 3-4 മണിക്കൂർ നിനക്ക് ഉറങ്ങാലോ എന്ന് പറഞ്ഞു. അമ്പലത്തിൽ പോകണം, അമ്മ നിർബന്ധിക്കുമെന്ന് നന്ദു പറയുമ്പോൾ, നീ എന്തൊക്കെയാണ് ഈ പറയണതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോടാ എന്ന് നന്ദു. എടി ഇത് വട്ടൊന്നും അല്ല. ബർത്ത്ഡേയുടെ അന്ന് എൻ്റെ പെണ്ണിനെ കാണാനേ ഇതാണ് ഏറ്റവും നല്ല അവസരം എന്ന് നന്ദുവിനോട് നമ്മുടെ അനി അങ്ങ് പറയണു. പിന്നെ പകല് നമ്മൾ കേക്ക് മുറിക്കുകയാണെങ്കിൽ ആരെങ്കിലും പരിചയക്കാർ നമ്മളെ കണ്ടെന്ന് വരും. ഈ അർദ്ധരാത്രിയിലാകുമ്പം ആര് കാണാനാടി? അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോടി എന്നൊക്കെ പറഞ്ഞായി. പിന്നെ എന്നാൽ എനിക്ക് എൻ്റെ പെണ്ണിനെ കാണാനും പറ്റും. ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ കാണുകയും ചെയ്യും. എങ്ങനെയുണ്ട്? നീ എന്ത് പറഞ്ഞിട്ടാ ഇത്രയും സമയം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോണേ? അത് ഇപ്പം ഞാൻ MD ആയതുകൊണ്ട് രാത്രി 10 മണിയൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് എത്താറ്. പിന്നെ ഇന്ന് കുറച്ച് തിരക്ക് കൂടുതലാണെന്ന് പറയും. എന്നിട്ട് നിൻ്റെ അച്ഛനും വലിയച്ഛനും ഒക്കെ എന്താടാ കമ്പനിയിൽ ഉണ്ടാവത്തില്ലേ എന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് പല കോൺഫറൻസും ഉണ്ടാകും, അല്ലെങ്കിൽ ജോലി തിരക്ക് കാരണമുള്ള ടെൻഷൻ മാറ്റാനായിട്ട് ഞാൻ ഫ്രണ്ട്സുമായി കറങ്ങാൻ പോയെന്ന് പറയും. വഴികളാണോ ഇല്ലാത്തത്? അപ്പം നിൻ്റെ അടുത്ത് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞതാണല്ലോ ഇപ്പോൾ കുഴപ്പമായതെന്ന് നന്ദു പറയുമ്പോൾ, അത് നീ എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിലുണ്ടല്ലോ നിന്റെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിച്ചേനെ നനി നന്ദുവിനോട് പറയാം. അപ്പം നന്ദു ഒന്ന് ചിരിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി, എടാ ഇനിയിപ്പം ബർത്ത്ഡേയുടെ കാര്യത്തെപ്പറ്റി ഒന്നും കൂടുതൽ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് നവീനെ വിളിക്കുന്ന കാര്യങ്ങൾ. അപ്പം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കാമെന്ന് നന്ദു പറഞ്ഞു. പക്ഷേ അവസാനം അത് തലവേദനയായിട്ട് മാറരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല എവിടെ വെച്ചാൽ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞു അനി. പിന്നെ ഏതെങ്കിലും ഹോട്ടൽ മുറിയിലേക്കാണെങ്കിലും ഞാൻ വരത്തില്ല കേട്ടോ എന്ന് നന്ദു പറയുമ്പം, അതെന്താ ഞാൻ വിളിച്ചാൽ ഹോട്ടൽ മുറിയിൽ വരാൻ നിനക്ക് പേടിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ആരെങ്കിലും അത് കണ്ടിട്ട് എന്തിനാ വെറുതെ കഥകൾ ഉണ്ടാക്കണത്? ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറാണെന്ന് നീ ഓർക്കണമെന്ന് പറയുമ്പം, എന്തായാലും നിനക്ക് പരുക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല. എന്താ അത് പോരേന്ന് ചോദിച്ചു അനി. അപ്പം ഇപ്പം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ നന്ദു. അതേസമയം പിന്നെ നയന ഇരുന്ന് വരയ്ക്കുന്നതാണ് കാണിക്കുന്നത്. നയനെ കഷ്ടപ്പെട്ടിരുന്ന് വരയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആദർശ് കൂടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നയന ആദർശിനോട് പറയണം, ഇന്ന് മാളവിക മിക്കവാറും അവിടെ ഫിക്സ് ആകും. അതിനുശേഷം ജ്വല്ലറി വലിയ ജ്വല്ലറിയാണ്, അതുകൊണ്ട് ഇനി അവിടെ തുടരാമെന്ന് കരുതിയിട്ട് നമ്മളെ ചീറ്റ് ചെയ്തിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന നയനയോട്, അങ്ങനെ ഒരാളൊന്നും അല്ല മാളവിക, എനിക്ക് അവളെ നേരത്തെ അറിയാമെന്ന് പറഞ്ഞു ആദർശ്. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, അവൾ കുറേ കാലം നമ്മുടെ കമ്പനിയിലുണ്ടായിരുന്നതാ. പിന്നെ US ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ട് അവൾ അങ്ങോട്ടേക്ക് പോയതാ. ഇപ്പം 3 മാസത്തെ അവധിക്ക് വന്നപ്പോൾ എന്നെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റിസ്ക് അവൾ ഏറ്റെടുത്തതെന്നും ആദർശ് പറയണം. അവരൊക്കെ തിരിച്ചറിഞ്ഞതാ നമ്മുടെ ജ്വല്ലറിയുടെ മൂല്യം. എൻ്റെയും മുത്തശ്ശിൻ്റെയും ക്വാളിറ്റിയും അവർക്കറിയാം. മൂർത്തി ജ്വല്ലറി തകർന്നു പോകരുതെന്നാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നതെന്ന കാര്യവും പറഞ്ഞു. പിന്നെ എല്ലാ വിശേഷ ദിവസങ്ങളിലും മാളവിക എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇടയ്ക്ക് വിളിക്കാറുമുണ്ട്. അവളൊരു ഫോറിനറെയാണ് മാരി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിവാഹത്തിനൊന്നും പങ്കെടുക്കാനും പറ്റിയിട്ടില്ല. എന്തായാലും ഇനി അവൾ തിരിച്ചു പോകുമ്പോഴേക്കും അതെല്ലാം കൂടെ ചേർത്ത് അവൾക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞു. എന്തായാലും ക്യാഷ് കൊടുത്താൽ അവൾ സ്വീകരിക്കില്ല, ഗിഫ്റ്റ് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പം, ശത്രുവിൻ്റെ ഇടയിലേക്ക് നമ്മളിൽ ഒരാൾ നുഴഞ്ഞു കയറുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞു നയന.
നീ നോക്കിക്കോ, നാളെ നടക്കാൻ പോകുന്ന ഇതായിരിക്കും. മാളവികയെ അവർ അപ്പോയിന്റ് ചെയ്താൽ നിന്റെ ചേച്ചിയെ മോഡലാക്കി വലിയ പബ്ലിസിറ്റി കൊടുത്തതുപോലെ മാളവികയ്ക്കും പബ്ലിസിറ്റി കൊടുക്കും. അതിനൊരു സംശയം വേണ്ട. പിന്നെ നയന കളക്ഷൻസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി മാളവിക കളക്ഷൻസ് ആയിരിക്കും എന്ന് പറയുമ്പോൾ മാളവിക കളക്ഷൻസോ? അതേന്നേ, അത് അങ്ങനെ ഒരു ട്രെൻഡ് അവരുണ്ടാക്കും. നയന കളക്ഷൻസിന് ഓപ്പോസിറ്റ് മാളവിക കളക്ഷൻസ്. അതിന് വലിയൊരു പരസ്യം തന്നെ നൽകും. ആ കളക്ഷൻസിന് ജനങ്ങൾക്കിടയിൽ വലിയൊരു ഡിമാൻഡാകും. അവർക്ക് അതിൻ്റെ മെച്ചവും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 3 മാസത്തെ അവധി അവൾ ഒന്നുകൂടി നീട്ടും എന്ന കാര്യവും പറയുക ആദർശ്. എന്ന് വെച്ചാൽ കേരളത്തിൽ ആരും കൊടുക്കാത്ത സാലറിയാണ് ഇപ്പോൾ ജ്വല്ലറിക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവളുടെ ഹസ്ബൻഡിനോട് കാര്യം പറഞ്ഞാൽ ലീവ് നീട്ടിയെടുക്കാൻ അയാൾ എന്തായാലും പറയുമല്ലോ എന്നും പറഞ്ഞു. പോരാത്തതിന് നമ്മളും പാരിതോഷികമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. 6 മാസം കഴിയുമ്പോൾ US നിന്ന് നല്ലൊരു ചാൻസ് വന്നെന്ന് പറഞ്ഞ് റിസൈൻ ചെയ്താൽ മതിയല്ലോ എന്ന കാര്യവും പറയാം. അപ്പോഴേക്കും നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. സംസാരിച്ച് സമയം കളയാതെ പെട്ടെന്ന് എനിക്ക് അയച്ചു കൊടുക്കാതിരിച്ചിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നയന പറഞ്ഞ അനുസരിച്ച് ആദർശ് അത് മാളവികയ്ക്ക് അയച്ചു കൊടുക്കുന്നു. മാളവികയാണെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻസ് എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഡിസൈൻ കണ്ടു കഴിഞ്ഞപ്പം ഈ നയന മേഡത്തിൻ്റെ ഒരു കഴിവേ, ഇത്ര പെട്ടെന്ന് ഇത്രയും ഡിസൈൻസ് ഇതുപോലെ ചെയ്തെടുക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് മാളവിക മനസ്സിൽ പറയാം. അപ്പോൾ മേഡം US വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡായിരിക്കും. ആൾക്കാർ കൊത്തിക്കൊണ്ടു പോകും. ആദർശാറിൻ്റെ വലിയൊരു അസറ്റാണല്ലോ നയന മേഡം. മേഡത്തെ ഭാര്യയായി കിട്ടിയതേ സാറിൻ്റെ ഭാഗ്യമാണെന്നൊക്കെ ഇങ്ങനെ മാളവിക അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. അല്ല, ആദർ സാറിൻ്റെ മൂർത്തി സാറിൻ്റെ ഒക്കെ അത്രയ്ക്ക് നല്ല ക്യാരക്ടർ ആണല്ലോ. എന്നിട്ടും മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് തടയിട്ടേ പറ്റുള്ളല്ലോ. ഒന്നുമില്ലാതിരുന്ന സമയത്ത് എന്നെ സഹായിച്ചത് ആദർ സാറാണെന്നും അതിനുള്ള നന്ദി പ്രകടിപ്പിക്കാൻ പറ്റിയ അവസരമാണിതെന്നും മാളവിക മനസ്സിൽ ചിന്തിക്കുക അവിടെ നിന്ന് സ്വയം. അങ്ങനെ അതുമായിട്ട് നേരെ ഡേവിഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മേ കമ്മിൻ സർ? യെസ് എന്ന് പറഞ്ഞ് സാർ ഇങ്ങനെ ഇരിക്കുന്നു. മാളവിക ഇതുമായിട്ട് അങ്ങ് ചെന്നു. ഡേവിഡ് എന്നിട്ട് ബാക്കി ജോലികളെല്ലാം മാറ്റി വെച്ചിട്ട് പൂർത്തിയാക്കിയോ എന്ന് ചോദിച്ചു. യെസ് സാർ, എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറയണം. എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വെറുതെ ഒരു ഡിസൈൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ എന്ന് മാളവികയോട് പറയുക. പിന്നെ ഞാനല്ല ഫൈനൽ ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നതെന്നും പറഞ്ഞു. ഇപ്പം തന്നെ സെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ളവർ ഒരു തീരുമാനം പറയണം എന്ന് പറയുമ്പം എങ്കിലും സാറിൻ്റെ അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിലപ്പെട്ടതാണ് സാർ എന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നാ പറഞ്ഞത് എന്ന് ഡേവിഡ് പറയുവാണ്. എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മേടിച്ച് ഇയാൾ നോക്കി. ഇയാൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതങ്ങോട്ട് ബോധിച്ചു. അപ്പോൾ ഇയാൾ ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാളവിക ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്നും അങ്ങോട്ട് പോരല്ലോടോ എന്ന് ഡേവിഡ് പറഞ്ഞു. ഇത്രയും നല്ല ഡിസൈൻ കണ്ടിട്ടും അത് പോരെന്ന് തോന്നുന്നു. ഇയാൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് മാളവിക മനസ്സിൽ പറയാം. ഫൈനൽ തീരുമാനം എൻ്റേതല്ല കേട്ടോ എന്ന് ഡേവിഡ് വീണ്ടും മാളവികയോട് പറയുക. അവർക്ക് ഞാനിത് അയച്ചു കൊടുത്തിട്ട് നമ്മൾ തമ്മിൽ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നും ഡേവിഡ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു പഴഞ്ചൻ രീതിയാണല്ലോ. ഇത്രയും മോഡേൺ ആയിട്ടുള്ള ഡിസൈൻ ഞാനിതുവരെ വരച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല. ഇയാളാണ് പഴഞ്ചൻ, ഇയാളുടെ മനസ്സും എന്നൊക്കെ ഇങ്ങനെ മാളവിക മനസ്സിൽ പറയാം. ഈ സ്വർണ്ണത്തെ പറ്റിയോ ഡിസൈനെ പറ്റിയോ ABCD അറിയാത്ത വെറും ഒരു ബ്രോക്കറായിട്ട് നിൽക്കുന്ന ഇയാൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ട കാര്യമില്ല. അത് ഇത് അയച്ചു കൊടുക്കണോ? അപ്പം ഉറപ്പായിട്ടും അയച്ചു കൊടുക്കണം സാർ എന്ന് പറഞ്ഞു കേട്ടോ. റിസൾട്ട് എന്തായാലും അത് അറിയാലോ എന്നും പറഞ്ഞു. അല്ല, ഞാൻ ഇതിനു മുൻപ് ഇതുപോലെ 2-3 ഡിസൈനൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ തലയ്ക്കകത്ത് എന്താണെന്നാണ് ഇതേക്കുറിച്ച് അറിവുള്ളവർ എന്നോട് ചോദിച്ചത് എന്ന് ഡേവിഡ് പറയുമ്പം, അല്ല സാറാണല്ലോ ഈ കമ്പനിയുടെ MD, അപ്പോൾ സാറിനോട് അങ്ങനെയൊക്കെ ചോദിക്കുമോ എന്ന് ചോദിച്ചു. ചോദിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അങ്ങനെ അതുകൊണ്ട് ചോദിച്ചതാ. സാറിന് ഈ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് സാർ എന്ന് മാളവിക അന്നേരം ഇയാളോട് പറഞ്ഞു. ഇയാൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ശരിക്കും എൻ്റെ തലച്ചോറ് മുഴുവൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചതാണെന്നും മാളവിക പറയുമ്പം, പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നും എല്ലാവരും അവരുടെ ബ്രില്യൻസ് നന്നായിട്ട് കാണിക്കാറുണ്ടെന്നും എന്ന് വെച്ചാൽ അതുപോലൊരു സാലറി ആണല്ലോ ഞങ്ങൾ ഓഫർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മാളവികയോട് ഇയാൾ പറയുവാണ്. അപ്പോൾ ആ നിലവാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. ആരുടെ ഡിസൈനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ ഡിസൈനാണ് ഈ വിഷുവിനെ ഇറങ്ങാൻ പോകുന്നതെന്ന കാര്യവും പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുട്ടിക്ക് നല്ല രീതിയിൽ പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന്. പിന്നീട് എപ്പോഴെങ്കിലും US അതുപോലെ മറ്റു ഫോറിൻ കൺട്രീസിലേക്ക് പോവുകയാണെങ്കിൽ ലക്ഷങ്ങളായിരിക്കും കുട്ടിയുടെ സാലറി എന്ന് പറയും. ചിരിച്ചുകൊണ്ട് നിങ്ങനെ നിൽക്കുക. വർഷത്തിൽ കോടികൾ സമ്പാദിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ വലിയ പ്രതീക്ഷയോടുമാണ് സാർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് മാളവിക അന്നേരം പറഞ്ഞു. പിന്നെ ഇനി റിസൾട്ട് എന്തായാലും അതെനിക്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞു. എൻ്റെ കഴിവ് ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ മാളവിക പറയുമ്പം തോൽവി സമ്മതിച്ചല്ലേ എന്ന് ഡേവിഡ്. ഇനിയിപ്പോൾ റിസൾട്ട് എന്തായാലും വിഷമമില്ലല്ലോ, അപ്പോൾ എനിക്ക് ഒരു വിഷമമില്ല സാർ എന്ന് പറഞ്ഞു മാളവിക. ഇതിലേതെങ്കിലും ഒരു ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവിടുത്തെ മെയിൻ ഡിസൈനറായിട്ടെങ്കിലും കൂട്ടത്തിൽ കൂട്ടാമായിരുന്നു. എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് വലിയ ആൾ കളിച്ച് പറയുവാണ്. മാളവിക അത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇയാളാണെങ്കിൽ
ഈ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇഷ്ടപ്പെട്ടാൽ കുട്ടിയുടെ ഗ്രാഫ് മാറും എന്നൊക്കെ ഡേവിഡ് ഇരുന്ന് ഇങ്ങനെ പറയുന്നു. ഇവിടുന്ന് വാചകം അടിക്കുന്നത് ആർക്ക് അയച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അയച്ചു കൊടുക്കടോ വിവരം കെട്ടവനെ എന്നും പറഞ്ഞുകൊണ്ട് മാളവിക ഇങ്ങനെ മനസ്സിൽ പറയുക. അപ്പോൾ ഈ ഫോട്ടോസ് ഓരോന്നോരോന്നായിട്ട് ലാപ്ടോപ്പിലിരുന്ന് അച്ഛനും മോളും കൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ്റെയും മോളുടെയും ഭാവമൊക്കെ അങ്ങ് മാറി. ഇതെന്താ അച്ഛാ കാണുന്നേ? നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണല്ലോ അച്ഛാന്ന് മകള്. അത് തന്നെയാണ് മോളെ ഞാനും ആലോചിച്ചത്. ഇങ്ങനൊരു ഡിസൈൻ നമ്മുടെ മുന്നിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് നാഗേന്ദ്രനും പറയുന്നു. അപ്പം പിന്നെ പച്ചക്കൊടി കാണിക്കാമല്ലേന്ന് ചോദിച്ചപ്പോൾ കാണിക്കാം. ഈ ഡിസൈൻ വരച്ച ആൾ നമ്മുടെ ജ്വല്ലറിയിലുണ്ടെങ്കിലേ ഉറപ്പായിട്ടും നമ്മുടെ ജ്വല്ലറിയിലേക്ക് ആൾക്കാരുടെ തള്ളിക്കയറ്റമായിരിക്കും. അച്ഛൻ നോക്കിക്കോളാൻ പറഞ്ഞു. ഇപ്പം തള്ളിക്കയറ്റമൊന്നും ഇല്ല മോളെ. അതുപോലെയാണ് സ്വർണത്തിൻ്റെ വില ഇപ്പം കുതിച്ചു കയറുന്നത് എന്ന് ഇയാൾ പറയണം. ആ നേരത്തും പേരെടുത്ത ജ്വല്ലറികളിലൊക്കെ ഒരുവിധം തിരക്കുണ്ട്. പിന്നെ പുതിയൊരു ഷോറൂം തുറക്കുമ്പോൾ ഇഷ്ടംപോലെ ആടൊക്കെ കൊടുക്കില്ലേ അച്ഛാന്ന് ചോദിച്ചു. കൊടുക്കും. എൻ്റെ മരുമകൾക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നതെന്നും മോളുടെ നാത്തൂനെന്ന് പറയുമ്പോൾ നാത്തൂൻ ഒരുത്തി വീടിന് പുറത്തു പോയി, അതിന് പിന്നാലെ അവളും പോകണ്ടേ എന്നും ചോദിച്ചുകൊണ്ട് മകൾ അച്ഛനോട് പറയുക. പിന്നെ അത്രയ്ക്ക് വെറുപ്പാ അഭിയേട്ടനും അമ്മയ്ക്കൊക്കെ അവളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവന്തിക പറയുമ്പം ഒക്കെ എനിക്ക് അറിയാലോ മോളെ. പിന്നെ തൽക്കാലം ഇങ്ങനെ നിൽക്കണം. അവളെയും തന്ത്രപരമായി നമ്മൾ അവിടുന്ന് ചാടിക്കും, അതിനൊരു സംശയം വേണ്ട. മൂത്ത കൊച്ചുമോൻ പോയപ്പോൾ അവനേക്കാളും കഴിവ് കുറഞ്ഞ ഒരുത്തനെ MD ആക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് ഇയാൾ പറയാം. പുറത്തുനിന്ന് ആരെങ്കിലും ആ സ്ഥാനത്ത് വരണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് ഇയാൾ പറയുമ്പോൾ അവന്തിക ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നാൽ ആ ആഗ്രഹം മാത്രം നടന്നില്ല. പിന്നെ ഇവിടെ മോള് പറഞ്ഞതുപോലെ നയന കളക്ഷൻസിനാണ് ഡിമാൻഡ് കൂടുതലെന്നുള്ള കാര്യവും പറയണം. ആ ഡിമാൻഡ് ഇടിഞ്ഞിക്കഴിഞ്ഞാൽ മൂർത്തി ജ്വല്ലറിയിലേക്കുള്ള ആൾക്കാരുടെ ഓട്ടം കുറയും എന്ന് ഉറപ്പാണെന്നും ഇയാൾ പറയുവാണ്. പിന്നെ 100% മോൾ ആ ഡിസൈനിൽ സാറ്റിസ്ഫൈഡ് അല്ലേന്ന് ചോദിച്ചു. അപ്പം അച്ഛനോ ഇതുവരെ നമ്മുടെ മുന്നിൽ വന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഡിസൈൻ ഇത് തന്നെയാണെന്ന കാര്യം ഇങ്ങനെ പറയുമ്പം എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അല്ല എന്തായിരുന്നു ഇത് വരച്ച പെൺകുട്ടിയുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ മാളവിക എന്ന് പേരും അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുത്തു. മാളവികയെ നമുക്ക് ഫിക്സ് ചെയ്യാം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് മൂക്കം കുത്തി വീഴുന്നു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഇത്ര ഭംഗിയായിട്ട് അവളുടെ കഴിവുകൾ തെളിയിച്ചതെന്ന കാര്യം പറയുവാണ് മോള്. അങ്ങനെയാണെങ്കിലേ സമയം കൊടുത്ത അടിപൊളി ഡിസൈനുകൾ അവൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാണെന്നും പറഞ്ഞു. എന്നാൽ ഇനി പിന്നെ ആലോചിക്കാൻ ഒന്നുമില്ല അല്ലേ, നമുക്ക് ആ ഡിസൈൻ ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു അച്ഛനും മോളും കൂടി ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഡേവിഡ് അവിടെ മാളവികയോട് ഹസ്ബൻഡ് അവിടെ UK എന്താണ് ജോലി? അപ്പോൾ ബിസിനസ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്, നല്ല പ്രോഫിറ്റൊക്കെ ഉണ്ടോ? അപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകണു സാർ എന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ ഹസ്ബൻഡിന് ബിസിനസ്സിൽ സഹായിച്ചാൽ പോരെ, റിസ്ക് എടുത്ത് ഇവിടെ കൂടണോ എന്ന് ഡേവിഡ് ഇങ്ങനെ ചോദിക്കുമ്പം വൈകാതെ ഇവിടെ സെറ്റിൽഡ് ആവാനാണ് നോക്കുന്നതെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ, പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാലറിയാണ് ഇവിടെ ഓഫർ ചെയ്തിരിക്കുന്നതും, അതുകൊണ്ട് ഈ ജോലി കിട്ടിയാൽ വളരെ ഉപകാരമാണ് സാറെന്നൊക്കെ പറയുമ്പം കിട്ടിയാൽ അത് ഉപകാരമാണ്, പക്ഷെ കിട്ടണ്ടേ എന്ന് ഡേവിഡ് ഇങ്ങനെ ഇരുന്ന് മാളവികയോട് പറയുന്നു. മാളവികയ്ക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതുവരെ മെസ്സേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഇനിയിപ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് വിളിക്കത്തേ ഉള്ളൂ, എനിക്കൊരു ബോധം ഇല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിലേതെങ്കിലും ഒന്നും അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല സാർ എന്ന് മാളവിക പറയുമ്പം അത് മാളവികയുടെ വിശ്വാസമല്ലേ, അങ്ങനെ വരണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഇതേ മെസ്സേജ് വന്നു. ഇയാളാണെങ്കിൽ ഈ മെസ്സേജ് ഇങ്ങനെ എടുത്ത് നോക്കുക. അന്നേരം എൻ്റെ കാൽക്കുലേഷനൊക്കെ തെറ്റിയല്ലോ, എക്സലൻ്റ് എന്നാണല്ലോ മെസ്സേജ് വന്നിരിക്കുന്നത് എന്ന് ഇയാളിരുന്ന് ഇങ്ങനെ പറയുക. അയാൾ ചമ്മിപ്പോയി മാളവികയുടെ മുന്നിൽ. പിന്നെ ഞാൻ മോശം പറഞ്ഞെങ്കിലും അതിലൊരു ഡിസൈൻ കൊള്ളായിരുന്നു കേട്ടോ എന്നിങ്ങനെ ഡേവിഡ് പറയുക മാളവികയുടെ മുന്നിൽ. ഇയാൾക്ക് ഇപ്പോൾ വന്ന മെസ്സേജാണ് ഇയാളെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്ന് മാളവിക മനസ്സിൽ പറയുന്നു. പിന്നെ ഇതുവരെ ഇങ്ങോട്ട് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് ഫോൺ എടുത്ത് അവരെ വിളിക്കുക. മാളവിക തൊട്ടരികിൽ ഇരിക്കുകയാണ്. മാളവികയുടെ മുന്നിൽ നിന്ന് ഇയാൾ വിളിക്കുന്നു. ഹലോ, ഡേവിഡേ, താൻ റിപ്ലൈ കണ്ടല്ലോ, ഇനി ഒന്നും ആലോചിക്കേണ്ട, അപ്പോയിൻറ്റ് ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പം ഒരു ചിരിയും ചിരിച്ചു. മാളവികയ്ക്ക് സന്തോഷമായി. ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, ഷീസ് ബ്രില്യൻ 100%. അപ്പോൾ ഓക്കെ സാർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഡേവിഡ് ഏതായാലും യഥാർത്ഥ തെളിവ് ഏഞ്ചുലറിൽ നിന്ന് മാളവിക തന്നെ ചെന്ന് പൊക്കി. അപ്പോൾ എന്തായാലും രക്ഷപ്പെട്ടു കേട്ടോ, അവരുടെ അടുത്തുനിന്ന് ഒരു പോസിറ്റീവ് റിപ്ലൈ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ മാളവികയ്ക്കും സന്തോഷം. ഇനിയിപ്പോൾ മാറ്റമൊന്നും ആലോചിക്കാനില്ല, മാളവികയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു എന്നും ഡേവിഡ് പറയണം. അപ്പം മാളവികയ്ക്ക് ഒരുപാട് സന്തോഷമായി. മാളവിക ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക, കാരണം ആദർശിനെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ. ഇനിയിപ്പോൾ
അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കാൻ തന്നെ കൊണ്ട് സാധിക്കും എന്ന്. അപ്പോൾ ഇവൻ്റെ തലപ്പത്തിരിക്കുന്നവന്മാരെന്തായാലും വിവരമുള്ളവന്മാരാ. ആ വിവരമുള്ളവരായിരിക്കും ഒരു പക്ഷേ ഈ ജ്വല്ലറിയുടെ വിജയത്തിൻ്റെ പിന്നിൽ എന്ന് മാളവിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പം എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ഇയാൾ മാളവികയോട്. ഞാൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ, എനിക്ക് ഈ ഡിസൈനിങ്ങിനെ കുറിച്ച് ഈ പറയുന്ന വലിയ വിവരമൊന്നും ഇല്ല എന്ന് ഇയാൾ തന്നെ സമ്മതിച്ചും കൊടുക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തുന്നത് പോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ക്ലീൻ ചീട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ റിപ്ലൈ നെഗറ്റീവ് ആണെങ്കിൽ ആ സമയത്ത് ഷോക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണെന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു സാർ ആ ഡിസൈൻ ആര് കണ്ടാലും അത് ഇഷ്ടപ്പെടുമെന്നുള്ളത്. പിന്നെ ഞാൻ പോലും ചിന്തിക്കാത്ത തരത്തിലാണ് ആ സമയത്ത് എൻ്റെ ഐഡിയ പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുമ്പം ഓക്കെ. അപ്പോഴേ ഇവിടെ ഒരു പുതിയ കളക്ഷൻ ഉണ്ടാക്കാൻ പോവുക, മാളവിക കളക്ഷൻസ്. അപ്പോൾ അത് കേട്ടപ്പം അയ്യോ അതൊക്കെ വേണം സാർ എന്ന് ചോദിച്ചു. വേണം അതൊക്കെ വേണം. ഇപ്പം ഞങ്ങളൊരു സാലറി പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൂടാതെ മാളവിക കളക്ഷൻസിൻ്റെ സെയിൽസിലുള്ള പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതവും മാളവികയ്ക്ക് കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു സാർ എന്നും പറഞ്ഞ് മാളവിക ഇരിക്കുക. എന്തായാലും താൻ എൻ്റെ മാനം കാത്തു കേട്ടോ എന്നും പറഞ്ഞു ഡേവിഡ് കിടന്നിടത്ത് കിടന്ന് ഉരുളുക. അപ്പോൾ നയന കളക്ഷൻസിൻ്റെ വലിയൊരു പരസ്യമാണ് മൂർത്തി ജ്വല്ലറി എല്ലാ ചാനലുകളിലും കൊടുത്തത്. അതിന് സെയിലും നടന്നായിരുന്നു. എന്നാൽ ഇത്തവണ അതിനെ വെല്ലുന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ പരസ്യം പോകാൻ പോകുന്നതെന്നൊക്കെ ഇയാൾ പറയുകയും ചെയ്തു. ഇനി കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഒരൊറ്റ പേര് മാത്രമേ കാണുകയുള്ളൂ, മാളവിക കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തട്ടിവിടുമ്പം അവർ ചില്ലറക്കാരല്ല. നയന കളക്ഷൻസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പം ഇപ്പം ഈ നയന കളക്ഷൻസിന് സൃഷ്ടികർത്താവിന് പഴയ പോലെ പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന കാര്യം ഇയാൾ പറയുക. ആ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക നയനയെന്ന് പറയുന്നേ. ആ സമയം നമ്മൾ മുതലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പറയുന്നു പറഞ്ഞിരിക്കുക. അവൾ പ്രസവം കഴിഞ്ഞ് വരുമ്പോഴേക്കും മാളവിക കളക്ഷൻസ് നമ്പർ 1 ആകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അമിത ആത്മവിശ്വാസമൊന്നും ഇല്ല സാർ. പിന്നെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നത് എൻ്റെ ഒരു രീതിയാണെന്ന് പറയുമ്പം അത് മതി, അത് മാത്രം മതി. എന്തായാലും ഈ വിഷുവിന് തിരുവനന്തപുരത്തെ നമ്പർ 1 ജ്വല്ലറി AN ജ്വല്ലറി ആയിരിക്കണം, ഞങ്ങൾക്ക് അത്ര ഉള്ളൂ എന്നും ഇയാൾ മാളവികയോട് പറയുവാണ്. പിന്നെ തലസ്ഥാന നഗരി പിടിച്ചാൽ കേരളം മൊത്തം പിടിക്കാൻ പറ്റും, അല്ലാതെ തിരുവനന്തപുരത്ത് എല്ലാ ജില്ലക്കാരും മിങ്കിൾ ചെയ്ത് ആയതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിക്കുന്നത് കൊണ്ട് കേരളത്തിൻ്റെ മൊത്തം പൾസാണ് തിരുവനന്തപുരത്തിൻ്റെ പൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഇരുന്ന് മാളവികയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ ബിസിനസ്സിലും അത് അങ്ങനെയാണെന്നും പറഞ്ഞു. പത്മനാഭൻ്റെ മണ്ണിൽ വേരോടാത്തതൊന്നും കേരളത്തിൽ എവിടെയും വേരോടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ പറഞ്ഞപ്പം ശരിയെന്ന് പറഞ്ഞു. ഓക്കെ താങ്ക് യു ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ട കേട്ടോ, ഫ്രണ്ട് ഓഫീസിൽ കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞോളാവെന്നും പറഞ്ഞു. അപ്പോയിൻമെൻറ്റ് ലെറ്റർ അവിടുന്ന് വരുമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു കാര്യങ്ങളെല്ലാം സെറ്റാക്കി AN ജ്വല്ലറി ഓടിച്ചു മടക്കി കക്ഷത്തിലാക്കിക്കൊണ്ട് നമ്മുടെ മാളവിക ഇറങ്ങുകയാണ് അവിടുന്ന്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ കഥയിലുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.